ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോണത് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഹൽവയായിട്ടാണ് കേട്ടോ. ബീറ്റ്റൂട്ട് നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒരു പ്രത്യേക മണമൊക്കെ ആയിരിക്കും. എന്നാലും ബീറ്റ്റൂട്ട് കൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹൽവ ഉണ്ടാക്കിയത്. കുഴപ്പമൊന്നുമില്ല, ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അധികം നീട്ടുന്നില്ല, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന്. അപ്പോൾ ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവയ്ക്കായിട്ട് ഞാനൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് മിക്സിയിൽ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലൊരു ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 സ്പൂൺ മൈദയാണ് കേട്ടോ. 4-3 സ്പൂണ് ചേർത്താൽ മതി, പാകത്തിനനുസരിച്ചിട്ട്. ഞാൻ ഏകദേശം ഒരു 4 സ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ 1 സ്പൂൺ ചേർക്കാം, കൂടുതലാവാണ്ടിരിക്കാൻ നല്ലത്. അപ്പോൾ ഞാനൊരു 4 സ്പൂണാണ് ചേർത്തത്. നല്ലതുപോലെ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതുപോലൊരു സംഭവം വെച്ചിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കടലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്താൽ കുറേ നല്ലതായിരിക്കും. അത് വറുത്തൊരു മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ബീറ്റ്റൂട്ടിൻ്റെ ബീറ്റ്റൂട്ടും മൈദയും കൂടി ചേർത്ത് മിക്സ് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മൾ കുറേശ്ശെ നെയ്യ് ഇടയിൽ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിയായിട്ട് വരുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്തിട്ടും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ ഇരുന്ന് ഇളക്കിയിട്ടാണ് ഇങ്ങനെയൊന്നും ആയത്. കാരണം തീ സിമ്മിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കൂട്ടിയില്ല. ഒരുപാട് ഹൈ ഫ്ലെയിം ആക്കിയില്ല, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കരിയും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ സാധാരണ ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് തണുക്കാനാക്കിയിട്ട് വെച്ചു. ഏതെങ്കിലും ഒരു ഷേപ്പുള്ള പാത്രത്തിലാക്കിയതാണെങ്കിൽ കുറച്ച് ഷേപ്പിൽ കിട്ടുമായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ വേണം കേട്ടോ. കാരണം ബീറ്റ്റൂട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണെങ്കിലും ഇപ്പോൾ കോൺഫ്ലോർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ മൈദ വെച്ചിട്ടാണ് ചെയ്തത്. എന്നാലും കോൺഫ്ലോർ ഇല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് മൈദ വെച്ചിട്ട് ചെയ്യാം. ആ മൈദയുടെ ഒരു മണം ഒക്കെ ഉണ്ടാവും, പക്ഷേ വലിയ കുഴപ്പമില്ല. ഇനി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവർ തീരെ ഇല്ല. ശരിക്കും ഒരു മണ്ണിൻ്റെ മണമാണ് ബീറ്റ്റൂട്ടിനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പണ്ട് കുറേ ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു മണം ഇല്ല. കാരണം നമ്മൾ എത്ര കൂടുതൽ നെയ്യ് ഒഴിക്കണോ അത്രയും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇനിയും നമ്മുടെ പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെയും